നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിൽ സഹായത്തിനെത്തിയ സന്നദ്ധ പ്രവർത്തകൻ യൂനസ് രാമൻകുഞ്ഞിന്റെ വാക്കുകളിൽ നിന്ന് ദുരന്തത്തിന്റെ ആഴം വ്യക്തമാണ്. 235 മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സഹായിച്ചു യൂനസ്. മാനസിക സമ്മർദ്ദം താങ്ങാനാകാത്തതിനാൽ കൗൺസിലിംഗോടെയാണ് യൂനസ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ എൻ്റെ കരളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സങ്കടം വന്നു പോയത്, ഞാൻ അതുവരെ പതറിയിട്ടില്ലായിരുന്നു. പിന്നെ 179ാമത്തെ ബോഡി എൻ്റെ മകളെ പ്രായമുള്ള ഒരു ബോഡി ഇവിടെ വന്നപ്പോഴാണ് സത്യത്തിൽ അറിയാതെ കണ്ണിന്ന് വെള്ളം വന്നു. തൻ്റെ മകളുടെ പ്രായമുള്ള ആ കുഞ്ഞിൻ്റെ ശരീരം മോർച്ചറി ടേബിളിലെത്തിയപ്പോൾ യൂനസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ചെളിയും മണ്ണും പുരണ്ട ഓരോ ശരീരവും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ യൂനസ് കൂടെ നിന്നു. കയ്യിൻ്റെ ഒരു പാർട്ട് വരുന്നുണ്ട്, കാല് വരുന്നുണ്ട്. ഇപ്പം ഇന്നലെ ലാസ്റ്റ് ചെയ്തത് ഒരു കാലാണ്. ഏകദേശം അഴുകി തുടങ്ങിയ ബോഡികളാണ് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം വന്നത്. എന്നാലും നമ്മളത് ഒരു മനുഷ്യനെ എങ്ങനെയാണോ നമ്മൾ PM ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ബോഡി എങ്ങനെയാണോ നമ്മൾ മറവിയാൻ കാണിക്കുന്ന ആ മര്യാദ അത് ആ ബോഡിയോടും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ലിവർ, അതായത് മനുഷ്യൻ്റെ ലിവർ, കരൾ വരെ വരുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്നാൽ നമ്മൾ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യനും കാണാൻ കഴിയാത്തോരോ പാർട്ടുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ദൈവം തന്ന ഒരു കരുത്ത് തന്നെയാണ്. പിന്നെ ഒന്നാമത് എൻ്റെ സംഘടന തന്ന ഒരു കരുത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഉരുൾപൊട്ടലുണ്ടായ വിവരമറിഞ്ഞ വയനാട്ടിലേക്ക് പോകാനായി അന്ന് പുലർച്ചെ പാഞ്ഞെത്തിയതായിരുന്നു യൂനസ്. പക്ഷേ വയനാട്ടിൽ ഉറങ്ങിയ മനുഷ്യരെ കിലോമീറ്ററുകൾക്കിപ്പുറമുള്ള ചാലിയാറിൽ കണ്ടെത്തിയത് തീരാവേദനയായി. റോമക്കാരൻ്റെ വാളണ്ടിയർമാർ ഇവിടെ വയനാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 7 മണിയോടുകൂടെ മുണ്ടേരി നിന്നും ബോഡി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് കയറിയതാണ്. യൂനസിനെ പോലെ നിരവധി സന്നദ്ധ പ്രവർത്തകർ ദുരന്തമുഖത്ത് സജീവമാണ്. സമീർ ബിൻ കരീം, 24 മലപ്പുറം.